ഹലോ എവറി വൺ. അപ്പം ഒരു മന്തിന്റെ ബ്രേക്കിന് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും കാണുകയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താ പറയുന്നത്, പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് പാരന്റിങ്. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കുറെ പ്രശ്നങ്ങളും കുട്ടികളുടെ ലഹരി, ആ, കൊലപാതകം പ്രശ്നങ്ങള്, ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന, സജീവമായി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പാരന്റിങ്ങിന് പറയുമ്പോൾ ഈ കുട്ടികളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ അങ്ങനെ ആക്കണം, കുട്ടികളെ അടിച്ചു വളർത്തണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ പത്രവാർത്തകൾ കാണാറുണ്ട് അല്ലെ. അപ്പം അതിന്റെ അതോടൊപ്പം തന്നെ പലരും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ശരിക്കും കുട്ടികളെയല്ല നമ്മൾ നന്നാക്കേണ്ടത്, നമ്മൾ പാരന്റ്സിനെയാണ്, നമ്മൾ പാരന്റിങ് സ്റ്റൈലിനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ശരിക്കും അതാണ് ആവശ്യം. നമ്മൾ കുട്ടികളുടെ പിറകെ പോയിട്ട് അങ്ങനെയാക്ക് ഇങ്ങനെയാക്ക്, ഇത് അതല്ല ശരി ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അവരുടെ പിന്നാലെ വെറുതെ കൂടുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാരന്റിങ് സ്റ്റൈല് മാറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ഉള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക പാരന്റ്സും 90s കിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മേലുള്ള കിഡ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 2K കിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് അവരോടൊപ്പം എത്താനോ ഉയരാനോ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവര് വളർന്നു വന്നത് ഡിജിറ്റൽ വേൾഡിലേക്കാണ്, ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അവർ പിറന്നു വീണത് തന്നെ. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ ഒരുപാട് മുന്നിലാണ് നമ്മളെക്കാട്ടിലും. നമ്മൾ അവരപ്പുറം ഓടി എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഇപ്പൊ നന്നായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയിട്ടാണ് പലപ്പോഴും പാരന്റ്സ് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി പലരും പറയാറുണ്ട്, ലൈക്ക് എപ്പോഴും പറയുന്നതാണ്, ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോൾ എല്ലാ പാരന്റ്സും പറയും, "ഓ, പുതിയ തലമുറ അങ്ങനെയാണ്, പുതിയ തലമുറ ഇങ്ങനെയാണ്, അവർ ഒരുപാട് മാറിപ്പോയി, നമ്മളെ പോലെ അല്ല" എന്നൊക്കെ എല്ലാ ജനറേഷനിലും പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഇപ്പം ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അവർ വീണത് കൊണ്ട് അവരുടെ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റ്ലി ആണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, ഫുൾ ടൈം ഫോണിലാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം കാർട്ടൂൺ, അല്ലെങ്കിൽ ഫുൾ ടൈം ഗെയിമിംഗ് ആണ്, നമ്മൾ കൺട്രോളിൽ നിൽക്കുന്നില്ല, അവർക്ക് തോന്നിയ പോലെയാണ് ജീവിക്കുന്നത്. അങ്ങനെ എപ്പോഴും അവരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പലപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇരുത്തി അനലൈസ് ചെയ്ത് നമ്മളിൽ തന്നെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാല് നമ്മുടെ കുട്ടികളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ദിസ് ഇസ് പ്രൂവൺ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ അല്ലെ. നീ പെട്ടെന്ന് വലുതാവ്, പെട്ടെന്ന് വലുതാവ്, എന്നാലേ ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ, എന്നാലേ ഞാൻ ചിന്തിക്കുന്നത് പോലെ നിനക്ക് ചിന്തിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരോട് എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അവരുടെ ഉയരത്തിലേക്ക്, അവരുടെ വയസ്സിലേക്ക്, പ്രായത്തിലേക്ക് താന്ന് നിന്നിട്ട് അവരോടൊപ്പം നമ്മൾ വളരുകയാണ് വേണ്ടത്. ദാറ്റ് ഈസ് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് മേക്കിംഗ് അവർ ചിൽഡ്രൻ ഗ്രോ എന്നുള്ളതാണ്. അല്ലാതെ നീ വേഗം വളരും, നീ വലുതായാൽ അങ്ങനെ മനസ്സിലാവും, വലുതായാൽ നിനക്ക് അങ്ങനെ ചെയ്യാം, വലുതായാൽ ഇങ്ങനെ ആക്കാം, എല്ലാം നമ്മൾ അവരെ കൊണ്ട് ഇങ്ങനെ വലുതാവാനാണ് നമ്മൾ പോസിപ്പിക്കുന്നത്. ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് മെത്തേഡ് എന്നുള്ളത്. അപ്പം ഈ ഒരു കഥയുണ്ട്. അതായത് നമ്മൾ പൊതുവെ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ്സിൽ നല്ല ട്രോഫീസ്, അല്ലെങ്കിൽ നല്ല കായിക രംഗത്ത് എവിടെയെങ്കിലും അവർ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ട് നല്ല അച്ചീവ്മെന്റ്സും ഒക്കെ ആയിട്ട് പുറത്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു പ്രൗഡ് പാരന്റ് ആയിരിക്കും അല്ലെ. ഓ, ഇത് എന്റെ കുട്ടിയെ, അവൻ നേടിയതാണ്, അവൻ ഒരുപാട് കഴിവുകളുണ്ട്, നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പറയുകയും ചെയ്യും, "Yes, നോക്കൂ ഇവനിങ്ങനൊക്കെ ആയി, അങ്ങനെയാണ്" എന്നുള്ളത് ഭയങ്കര പ്രൗഡ് പാരന്റ് ആയിരിക്കും. പക്ഷെ ഇതേ കുട്ടി നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ചീത്ത കാര്യത്തിൽ, ചീത്ത സ്വഭാവം അവരിൽ നിന്ന് ഉണ്ടായാലും നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ എന്താ അവനോട് ചോദിക്കുക, "നീ ഇത് എവിടുന്നാ പഠിച്ചത്, നീ നീ എങ്ങനെ അതിൽ എത്തിപ്പെട്ടു, നിന്നെ നിന്നെ ഞാൻ അങ്ങനെ അല്ലല്ലോ പഠിപ്പിച്ചത്" എന്തൊക്കെയാണ്. അതായത് അവനെ നമ്മൾ തള്ളിപ്പറയും. "നീ എന്റെ ഭാഗമല്ല, ഇത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതല്ല, ഇത് ഞങ്ങളുടെ സ്വഭാവമല്ല, നീ ഇത് അതുകൊണ്ട് തന്നെ യു ആർ ഔട്ട് ഓഫ് അവർ ഫാമിലി" എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് അവനെ അവഗണിക്കുക, അവനെ അബാൻഡൻ ചെയ്യുക എന്നുള്ള ചെറിയൊരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം
നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആക്ച്വലി അവർക്കൊരു ഹേർട്ടാണ് വരുന്നത്, അവർക്കൊരു പെയിൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അവര് നന്മ ചെയ്താലും അവർ ചീത്ത ചെയ്താലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. വാട്ട് എവർ ദേ ഡു, അത് നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ, അവരങ്ങനെ ആവാൻ കാരണമുണ്ടെങ്കിൽ അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി പാരന്റ് എന്ന നിലയിൽ അത് നമ്മുടേത് മാത്രമാണ്. ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയല്ല അവനെ വളർത്തിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ദോഷം തന്നെ വേണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ വളർച്ചാ ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു നോട്ടം എവിടെയെങ്കിലും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ കണ്ണെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഒരു നോട്ടം എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവർ പോയ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് നിങ്ങളുടെ കഴിവുകേടാണ്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയല്ലോ വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂ പാരന്റിങ്. അത് നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ്. അപ്പം ഒരു കഥന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും ഒരു കള്ളൻ, ഒരു വലിയൊരു മോഷ്ടാവ്, എല്ലാ വീട്ടിലും കയറിയിട്ട് ഒരുപാട് പണം സ്വർണ്ണമൊക്കെ മോഷ്ടിക്കുന്ന ആള്. അങ്ങനെ ഇയാൾ ഒരിക്കലും പിടികൂടി അങ്ങനെ കോടതിയിലെത്തിച്ചു. ഇങ്ങനെ വിചാരണ ഒക്കെ ചെയ്തു, അയാൾക്ക് ശിക്ഷയൊക്കെ വിധിച്ചു. ആ ഒരു സമയത്ത് ജഡ്ജി ഇങ്ങനെ ചോദിക്കണ്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കള്ളൻ പറയുന്നുണ്ട്, ഞാനൊരു മോഷ്ടാവായതിൽ മോഷ്ടാവാൻ കാരണക്കാരൻ ഞാനല്ല, അതെന്റെ മാതാപിതാക്കളാണ്, അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചെറിയ പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ചെറിയ പ്രായമല്ലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ അപ്പുറത്തെ കുട്ടീന്റെ പെൻസിൽ എടുക്കും, റബ്ബർ എടുക്കും, അല്ലെങ്കിൽ ഈ കുഞ്ഞി കുഞ്ഞി നമുക്ക് മോഹം തോന്നുന്ന, ആഗ്രഹം തോന്നുന്ന മറ്റു സാധനങ്ങൾ മറ്റു കുട്ടികൾ വരുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമ്മളതിങ്ങനെ കാണാതെ എടുക്കും. ഇങ്ങനത്തെ ശീലം അവനുണ്ടായിരുന്നു പോലും. ഇത് അവന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ കൂടി അതൊരിക്കലും അമ്മ അവനിൽ തിരുത്താൻ നിന്നിട്ടില്ല. ആ ചെറിയ സാധനം, ആ ഇപ്പൊ എന്താ കാര്യമൊക്കെ എന്നുള്ള രീതിയിൽ അമ്മ അതിനെ പാടെ അവഗണിച്ചു. അപ്പൊ കുട്ടി മനസ്സിലാക്കുന്നത് എന്താണ്? ഓ, ഇത് കുഴപ്പമില്ല, ഇങ്ങനെ തുടർന്ന് പോയാലും ഇതിങ്ങനെ ചെറിയ ചെറിയ സാധനമല്ലേ, ഇത് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ആരും അവനെ തിരുത്താൻ പോകുന്നില്ല, ആരും അവനെ ഇത് തെറ്റാണ് എന്ന് അവനോട് ആരും പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ വളർന്നു വരുമ്പോഴും അവൻ ഇതന്നെ കണ്ടിന്യൂ ചെയ്യാണ്, അവൻ അതിലൊരു തെറ്റും കാണുന്നില്ല. അവൻ ഇത് തന്നെ, അതായത് വളർന്നു വരുമ്പോൾ എടുക്കുന്ന സാധനത്തിന്റെ വലിപ്പം കൂടുന്നു, മൂല്യം കൂടുന്നു. അപ്പൊ കള്ളത്തരത്തിന്റെ വലുപ്പവും കൂടുന്നു. അപ്പം വളർന്ന് അവന് വലിയൊരു മോഷ്ടാവായി. അപ്പം ഈ കള്ളം പറയുന്ന കാര്യത്തിൽ ഉണ്ട് കാര്യം. ഓക്കെ, അതായത് അവൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ അമ്മ അവനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, നീ പോയി മോഷ്ടിക്കുക എന്ന് അവനോട് പറഞ്ഞിട്ടില്ല, അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞിട്ടില്ല, ഇതാണ് നിന്റെ ജോലി എന്ന് അവനോട് പറഞ്ഞിട്ടില്ല, ഇത് ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് അവരുടെ ചെറിയ ഒരു പാരന്റിങ്ങിന്റെ ഒരു ഫോൾട്ട് കൊണ്ട്, ഒരു തിരുത്താൻ വൈകി പോയതിന്റെ അല്ലെങ്കിൽ തിരുത്താത്തതിന്റെ ചെറിയ ഒരു, ഒന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലും മതിയായിരുന്നു. ഇത് തെറ്റാണ് എന്ന് ആ കുഞ്ഞു പ്രായത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ഒരു പക്ഷെ അവൻ ഇതിലേക്ക് പിന്നെ പോയിക്കൊള്ളണമെന്നുണ്ടായിരുന്നു. അതുപോലും അത്രയും ഒരു ചെറിയൊരു വാല്യൂ പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു പാരന്റ്സിൽ നിന്നും പാരന്റ്സ് ആ കുട്ടിയിൽ നിന്ന് പിന്നെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവൻ വളർന്ന് വലിയ ആളാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. കാരണം അവനെ അങ്ങനെയാണ് ഒരു അബാൻഡൻഡ് രീതിയിൽ, ഒരു നെഗ്ലിജന്റ് പാരന്റിങ് ആണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവനെ കള്ളനായതിലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ മക്കൾ നല്ലതാണ് ചെയ്യുന്നത് ചീത്തതാണ് ചെയ്യുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി നിൽക്കില്ല, അതിൽ യാതൊരു മാറ്റമില്ല. അതിന് നിങ്ങൾ ഏറ്റെടുത്തേ മതിയാവും. നിങ്ങൾക്ക് അവരങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ അവർ ചെയ്യുന്നില്ലെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ കഴിവുകേടിനെയാണ് അവിടെ കാണിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ കഴിവുകേടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാരണം ജനറേഷൻ മാറുന്നതിന് ശേഷം ആ ജനറേഷനൊപ്പം നമ്മളും അപ്ഡേറ്റഡ് ആവുമ്പോഴാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക. അല്ലാതെ നമ്മള് 90s കാര്യങ്ങൾ എടുത്തും കണ്ട് ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്, ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്കും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ജീവിക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ലോകത്തിലാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ആൾക്കാരാണ്. എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. അപ്പൊ ഞാനിതൊന്നും മാറ്റൂല, ഞാനിത് മാറാൻ തയ്യാറല്ല, നീ എന്താ ഈ ചായക്കോ എന്ന് പറഞ്ഞ് അവരെ വിടുമ്പോൾ ആക്ച്വലി നിങ്ങൾ നിങ്ങളെ കുട്ടിയെ ഒഴിവാക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. സോ നിങ്ങളുടെ കുട്ടികൾ മാറണം, അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കണം എന്ന് വാശി പിടിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് മാറാൻ തയ്യാറായി നോക്കൂ.
അപ്പോഴാണ് ശരിക്കത്തെ മാറ്റം വരുന്നത്. പൊതുവെ നമ്മൾ പറയില്ല എന്താ, ഇത് എന്റെ വീടാണ്, ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ്, ഞാൻ പറയുന്നത് അനുസരിക്കും. വി പുട്ട് ദ റൂൾസ് ഫോർവേഡ് അല്ലെ? കുട്ടികൾ നമ്മൾ പറയുന്നത് അനുസരിക്കും, ബിക്കോസ് വി ഹാവ് ദ പവർ. അങ്ങനെയാണ് നമ്മൾ പറയാം. പക്ഷെ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം? ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഫ്ലെക്സിബിൾ ആയി നോക്കൂ. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മാജിക് കാണാം, വണ്ടേഴ്സ് കാണാം കുട്ടികളുടെ സൈഡിൽ നിന്ന്. അവിടെ നിങ്ങൾ കുട്ടികളെ ഒന്നും ചെയ്യാൻ പോകണ്ട, നിങ്ങൾ നിങ്ങളിൽ മാറ്റിയെടുക്കാം. അപ്പൊ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ നോക്കുക, നിങ്ങൾ എപ്പോഴൊക്കെ പറയുമ്പോഴാണ് കുട്ടികൾക്ക് വാശി കൂടുന്നത്, ദേഷ്യം വരുന്നത്, ആ എപ്പോഴൊക്കെയാണെന്നുള്ള ആ ഒരു സംഭവങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന രീതി ഉണ്ടല്ലോ, ആ ശൈലി ഒന്ന് നിങ്ങൾ മാറ്റി നോക്കുക, ആ ടോൺ ഒന്ന് നിങ്ങൾ മാറ്റി നോക്കൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ കുട്ടികളുടെ പിന്നാലെ പോയിട്ട് അവരെ മാറ്റാനും തിരുത്താനും എല്ലാം നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരും ഇങ്ങനെ മാറി 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 വരുന്നു. പാരന്റിങ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എൻ ആർട്ട് എന്നാണ് പറയുന്നത് അല്ലെ? നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാല്, ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടിയുണ്ടാവും. ഇപ്പൊ പിന്നെ ഒരു കൊല്ലം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ കുട്ടിയുണ്ടാവും. പൊതുവെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് പെട്ടെന്ന് കുട്ടിയുണ്ടാവും. അപ്പൊ കുട്ടി ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക എങ്ങനെ വളർത്തണം, എങ്ങനെ പെരുമാറണം. അതും ചിലപ്പോൾ ഒരു പക്ഷെ ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ കണ്ടും കേട്ടും ശീലിച്ച കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ഇങ്ങനെ വളർത്തും. ഇത് വളർന്ന് 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 കുട്ടി വളർന്നൊരു നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമ്മൾ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ മാറി ചിന്തിക്കാൻ നിൽക്കുക. ഞാൻ ഇതുവരെ ചെയ്തതൊന്നും ശരിയല്ലേനോ, ഇങ്ങനെ അല്ലായിരുന്നോ ഞാൻ എന്റെ കുട്ടീനെ വളർത്തേണ്ടത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോഴാണ് നമുക്ക് ബോധോദയം ഉണ്ടാവുക. അപ്പം ഈ കുട്ടി വളർന്ന് വലുതായി അവൻക്ക് കൊടുത്തതൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് അവയറാണ്. അപ്പൊ ഒരു പാരന്റ് എപ്പോഴാണ് ഉണ്ടാവാന്ന് വെച്ചാൽ, ഒരു കുട്ടി ഉണ്ടാവുമ്പോഴല്ല ഒരു പാരന്റ് ഉണ്ടാവുക. ഒരു കുട്ടി ഉണ്ടാവുമ്പോഴല്ല ഒരാളിൽ പാരന്റ് എന്ന ബോധം ഉണരുന്നത്. ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ ജനിച്ചു വീഴുന്ന കുട്ടിയിൽ തന്നെ പാരന്റിന്റെ ബോധമുണ്ട്. അതായത് നമ്മൾ എന്ന പാരന്റ് ജനിക്കുന്നത് നമുക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോഴല്ല. നമ്മൾ എന്ന പാരന്റ് ജനിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴും. കാരണം നമ്മൾ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ നമ്മൾ നമ്മളെ പാരന്റിനെ അനുഭവിക്കുന്നുണ്ട്, നമ്മളെ പാരന്റ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് നമ്മൾ എന്ന പാരന്റിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്, നമ്മൾ എന്ന പാരന്റിനെ രൂപപ്പെടുത്തുന്നുണ്ട്, നമ്മൾ എന്ന പാരന്റിനെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ മെല്ലെ 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 ഫോം ചെയ്ത കാര്യങ്ങളാണ് നമുക്കൊരു കുട്ടിയായിട്ട് കുട്ടികൾ വരുമ്പോൾ ആ ഒരു പാരന്റ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു പാരന്റിനെ നമ്മൾ വളർത്തുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ബൈ മോഡലിംഗ്. നമ്മൾ നമ്മളെ പാരന്റ്സിനെ നോക്കുന്നു, അവരാണ് നമ്മളെ പാരന്റ്സ്. അപ്പം അവര് നമ്മളോട് സംസാരിക്കുന്ന രീതി, അവര് നമ്മളോട് ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അവര് നമ്മളെ കൈകാര്യം ചെയ്യുന്ന രീതി, എല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് നമുക്ക് കയറിപ്പോയിട്ടുണ്ട്. ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ എന്ന പാരന്റ് ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ കുട്ടികളോട് പറയുന്ന ചില ശൈലികൾ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ ശൈലിയായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛൻ്റെതോ ഗ്രാൻഡ് പാരന്റ്സിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, അതായത് നിങ്ങളുടെ പാരന്റൽ ഫിഗേഴ്സിൽ അതോറിറ്റി ഫിഗേഴ്സിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ്, ഇവരൊക്കെ നമ്മളെ പാരന്റിങ് റോളിലേക്ക് വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവരുടെ ഏതെങ്കിലും ശൈലികളോ ഇവരുടെ ഏതെങ്കിലും രീതികളൊക്കെ ആയിരിക്കും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നമ്മളിപ്പോ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ശൈലി, ചിലപ്പോൾ നമ്മൾ ചീത്ത പറയുന്ന രീതിയിൽ പോലും ആ വാക്കുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന വാക്കുകളിൽ പോലും ചിലപ്പോൾ അതേ സെയിം വേർഡ്സ് ആയിരിക്കും നമ്മുടെ അമ്മ നമ്മളെ ചീത്ത പറഞ്ഞ അതേ വേർഡ്സ് ആയിരിക്കും ഇപ്പൊ നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. അത്രക്കും നമ്മളെ ഉള്ളിലെ മോഡലായിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് പാരന്റ് എന്ന ഫിഗർ. അപ്പൊ നമുക്ക് കിട്ടിയ പാരന്റിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ അത് മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ ഇനി നമുക്ക് കൊടുക്കാനുള്ള കുട്ടികൾക്ക് നമുക്ക് നല്ലൊരു പാരന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഇനി എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ലൊരു റോൾ മോഡൽ ആയിട്ട് മാറുക. കാരണം അവരൊരിക്കലും നമുക്ക് അനുസരിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇത് ചെയ്യ് അത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അനുസരിപ്പിക്കാൻ നമുക്ക് അവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരെ നമുക്ക് അനുകരിപ്പിക്കാൻ പറ്റും. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വളരെ ഈസിയാണ്.
വളരെ ഈസിയാണ്. അവർ പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് 7 to 8 9 ഇയേഴ്സ് വരെയൊക്കെ ഇവരുടെ ഈ നമ്മള് പ്രീ ഫ്രണ്ടൽ ലോബില് അവിടെ മിറർ ന്യൂറോൺസ് ഉണ്ട്. ഈ മിറർ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു കോപ്പി പേസ്റ്റിംഗ് ഫോട്ടോ മെഷീൻ പോലെ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീൻ പോലെ. അതെന്തൊക്കെയാ ആ കുട്ടി എന്തൊക്കെയാണോ ഔട്ടർ വേൾഡിൽ പുറത്തെ ലോകത്തൂടെ കണ്ണുകളിലൂടെ എടുക്കുന്നത്, ചെവിയിലൂടെ കേൾക്കുന്നത്, ഇതൊക്കെ അതിങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ത്രൂ ഇറ്റ് സെൻസസ് അതിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ബേസിസിലായിരിക്കും അവനെ റോൾ മോഡലിംഗ് ചെയ്യുന്നതും പിന്നീട് അവൻ വലുതാവുമ്പം അവന്റെ സ്വഭാവം രൂപപ്പെടുന്നതും. അപ്പം അവർക്ക് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്താ വെച്ചാൽ ബീങ് എ ഗുഡ് മോഡൽ ആവുക എന്നുള്ളതാണ്. നല്ലൊരു മോഡലായിട്ട് നമ്മൾ മാറുക. അതിന് നമ്മളായാൽ മതി. നമ്മൾ ഇതാണ് ഗുഡ് മോഡൽ എന്ന് പറഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാൻ പോകണ്ട. നമ്മൾ അതായിട്ട് കാണിച്ചു കൊടുത്താൽ പിന്നെ ദേ വിൽ ഇമിറ്റേറ്റ് അസ്. അവരെ നമ്മൾ അനുകരിച്ചോളും. നമ്മൾ പിന്നെ വെറുതെ അനുസരിപ്പിക്കാൻ പോകണ്ട. അതാണ് കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. പ്രത്യേകിച്ചും വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ വലുതായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഇത്ര ഈസി ആയിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അവരെ മാറ്റിയെടുക്കാം എന്നുള്ളത്. കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വലുതായതിനു ശേഷമായിരിക്കും നമുക്ക് പോലും തിരിച്ചറിവ് വന്നിട്ടുണ്ടാവാം. അപ്പോഴേക്കും നമ്മൾ ചിന്തിക്കാൻ നോക്കും ഇറ്റ്സ് ഓക്കെ. പക്ഷെ അപ്പം അവിടെ നമുക്ക് എങ്ങനെ ഇന്റർഫിയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വിസ്ഡമാറ്റിക് ആയിട്ട് ഇന്റർഫിയർ ചെയ്യാം. അപ്പൊ ഈ പാരന്റ് ഇസ് ആൻ ആർട്ട്. പാരന്റിങ് ഇസ് ആൻ ആർട്ട്. അപ്പൊ പാരന്റിങ് ഇസ് ആൻ ആർട്ട് എന്നതിനേക്കാൾ ഉപരി ഇറ്റ് ഇസ് എ ഡിവൈൻ ആർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഡിവൈൻ ആർട്ട് എന്ന് പറയുമ്പം അതിൽ ഒരു ഡിവിനിറ്റി ഉണ്ട് അല്ലെ. നമ്മൾ പറയും നമുക്ക് നമ്മളെ ദൈവം എല്ലാമാണ്. മിക്ക ആൾക്കാരും വിശ്വാസികളായിരിക്കും. അപ്പൊ ആ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം അവർക്കെല്ലാമാണ്. ആരില്ലെങ്കിലും അവർക്ക് ദൈവം തുണ എന്ന് നമ്മൾ പറയില്ലേ. എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ പോലും നമ്മൾ മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്നത് നമുക്ക് ചിലപ്പോൾ ആ ദൈവത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചതുകൊണ്ടായിരിക്കും. ദൈവമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം. സോ നമ്മൾ അത്രക്കും നമ്മളെ ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്, അർപ്പിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈസ് എ പ്രൊട്ടക്ടർ, രക്ഷാധികാരിയാണ്. നമ്മളെ സൃഷ്ടിച്ചവനാണ്, പടച്ചവനാണ്, അതേപോലെ തന്നെ നമ്മളെ പരിപാലിക്കുന്നവനാണ്. ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് പോയിന്റ്. അപ്പം ഈ ദൈവം നമ്മളിൽ എല്ലാരിലും, എല്ലാ മനുഷ്യന്മാരിലും അതൊരു സ്പാർക്കായിട്ട് കുടികൊള്ളുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് ആ കുട്ടികൾക്കും നമ്മളിലൂടെ വേണം ആ ദൈവത്തിനെ അറിയിച്ചു കൊടുക്കാൻ. അതായത് പാരന്റ്, നമ്മൾ സാധാരണ മാതാപിതാക്കള് പാരന്റ് എന്നൊക്കെയാണ് നമ്മൾ പറയാം അല്ലെ. ഉമ്മ, ഉപ്പ, അച്ഛൻ അതൊക്കെ പറയാം. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ സൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പാരന്റ് നല്ല ഉണ്ടാവും. എന്താ ഉണ്ടാവുക? ഗാർഡിയൻ എന്നുള്ള, ഗാർഡ് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ നമുക്ക് ദൈവം എന്ന് പറയുന്നത്. ഈസ് എ ഗാർഡിയൻ ഫോർ അസ്, ഈസ് എ പ്രൊട്ടക്ടർ ഫോർ അസ്. അപ്പം ഇവിടെ നമുക്ക് രക്ഷിതാവ് എന്ന റോളാണുള്ളത്. അതായത് കുട്ടികളുടെ രക്ഷയ്ക്ക് എത്തുന്നവനാണ് രക്ഷിതാവ്. അപ്പൊ നമ്മൾ അവരുടെ രക്ഷിതാവാണ്. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷിതാവ് നമ്മൾ കാണുന്നത് ദൈവത്തിനെയാണെങ്കിൽ കുട്ടികൾക്കുള്ള രക്ഷിതാവ് ആരെയാണ്? നമുക്ക് നമ്മളെ പാരന്റ്സ് ഉണ്ടാവും, അത് ഓക്കെയാണ്. കുട്ടികൾക്കും നമ്മൾ അതേ ഒരു റോള് നമ്മൾ ഏറ്റെടുത്ത് നമ്മളിലൂടെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ആക്ച്വലി അവർക്ക് അവരുടെ സ്പിരിച്വൽ സ്പേസിലുള്ള ആ ഒരു രക്ഷിതാവിനെ കൂടി അവർക്ക് അടുത്തറിയാൻ പറ്റുക. ഇപ്പൊ പലരും പറയും കുട്ടികൾക്ക് മതബോധമില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ദൈവബോധമില്ല, തോന്നിയ പോലെയാണ്, അങ്ങനെയൊക്കെ പറയും അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പിരിച്വൽ കണ്ടന്റ് കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ അവരൊരിക്കലും ഇത്ര ക്രൂരമായ കാര്യങ്ങളിൽ ഏർപ്പെടില്ല. മറ്റുള്ളവരെ കൊല ചെയ്യുക എന്നൊക്കെ ഉള്ളത് എത്രത്തോളം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. ഈ കുഞ്ഞു മനസ്സിൽ എത്രത്തോളം ക്രൂരമായ ചിന്തകൾ വരുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ. അപ്പം ഈ ക്രൂരതയുടെ അംശം അവിടെ കൂടി കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയല്ലേ. അവർക്കുള്ള ആ ഒരു ഡിവൈൻ സ്പേസ് നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിവിനിറ്റി നമ്മളെ ഉള്ളിലുണ്ട്. അത് നമ്മളിലൂടെ വേണം നമുക്ക് അവരെ അറിയിച്ചു കൊടുക്കാൻ. അത് നമുക്ക് പറ്റിയില്ല. അതുകൊണ്ടല്ലേ നെഗറ്റീവ്സ് അവരുടെ ഉള്ളിൽ കയറിയത്. സോ ഒരു ആർട്ട് എന്നതിലുപരി ഇറ്റ് ഈസ് എ ഡിവൈൻ ആർട്ട്. അതായത് നമ്മൾ ക്യാരി ചെയ്യുന്ന ആ ഡിവൈൻ എസെൻസിനെ നമ്മൾ അവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി അവരുടെ ഉള്ളിലും അവർ സ്പിരിച്വലി എലവേറ്റഡ് ആവുകയും ഇത്തരം കാര്യങ്ങളിൽ നിന്നും അവരെ താനെ വിട്ടു നിൽക്കുകയും ചെയ്യും. പിന്നെ അതിന് നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് വരേണ്ടി വരില്ല.
എക്സ്ട്രാ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ടി വരില്ല. എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് പാരന്റിങ് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ബേസ് നമ്മൾ ചെയ്തു തുടങ്ങും. വളരെ ചെറിയ കുട്ടികളുടെ പാരന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. ഇനി കുട്ടികളൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഇപ്പോഴും തുടങ്ങിയാൽ മതി. കാരണം പാരന്റ് എന്നുള്ളത് ഒരു പവർഫുൾ റോളാണ്. സോ നമ്മൾ നല്ല റോൾ മോഡൽസ് കാണിച്ചു കൊടുക്കാൻ, നല്ല പാരന്റിങ് കൊടുക്കാൻ, നമ്മൾ ആ ഡിഗ്നിറ്റീനെ നമ്മളിലൂടെ നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ താനെ നന്നായിക്കോളും, വിത്തൗട്ട് എനി എഫേർട്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഗാർഡിയൻ എന്ന് പറയുമ്പം എ ഗാർഡിയൻ ഇസ് എ പേഴ്സൺ ഹൂ ഗാർഡ്സ്. അതായത് പാരന്റ് ഇസ് എ ഗാർഡ് ഹൂ ഗാർഡ്സ് ദി ഗാർഡൻ. ഒരു പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നവനാണ് പാരന്റ് എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ നല്ലൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടികളും കാര്യങ്ങളൊക്കെ. നമ്മൾ എങ്ങനെ അതിനെ വളർത്താം, എന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനെന്തെങ്കിലും പ്രാണികളോ അതും ഇതൊക്കെ ഇലകളൊക്കെ വന്നു വന്നാൽ നമ്മൾ കീടനാശിനി ഇച്ചു കൊടുക്കും. അത് വാടുന്നുണ്ടോ നോക്കും, അതിൽ പൂക്കൾ വിരിഞ്ഞാൽ അതിനെ മണപ്പിച്ച് നോക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മളെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ എല്ലാം എന്തെങ്കിലും ഒരു ചെറിയ കളകൾ വന്നാലോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി ഇങ്ങനെ കൊണ്ടു നടക്കും. ദാറ്റ് ഈസ് ഹൗ വി പ്രൊട്ടക്ട് അവർ ഗാർഡൻ. പക്ഷെ ഇതേപോലെയല്ല നമ്മൾ നമ്മളെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പലപ്പോഴും നമ്മുടെ മക്കള് വഴി തെറ്റി പോകുമോ എന്ന് പേടിച്ചിട്ട് അവരുള്ളിൽ എന്തൊക്കെയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുള്ളിൽ അതായത് നമ്മൾ വിചാരിക്കും അവർ വഴി തെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കടുപ്പത്തിൽ ഇങ്ങനെ നിൽക്കും. അതായത് നമ്മൾ ഏത് ഗാർഡായിട്ടാ നിൽക്കുക, ഒരു തോക്കൊക്കെ പിടിച്ചിട്ട് ഫ്ലവർ ഷോയിലൊക്കെ പോയാൽ ചിലപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാവില്ലേ, അത് പറിക്കരുത് ഇത് പറിക്കരുത് എന്നൊക്കെ പൂക്കൾ പറിക്കുന്ന നോക്കാൻ ഇങ്ങനെ പിന്നാലെ ഇതേപോലെ നമ്മളെ കുട്ടികൾ അങ്ങോട്ട് അനങ്ങുന്നുണ്ടോ ഇങ്ങോട്ട് അനങ്ങുന്നുണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ നോക്കി നിന്നുകൊണ്ട് അവരെങ്ങനെ ഒരു കൂട്ടിലിട്ടിട്ട് അവരിങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പാരന്റിനെ നമ്മളിങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് ആയിരിക്കും നമ്മൾ ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ് അല്ല നമ്മളായി മാറേണ്ടത്. അങ്ങനെയുള്ള പാരന്റ് അല്ല നമ്മളായി മാറേണ്ടത്. പാരന്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം, നല്ല ഗാർഡനെ സൂക്ഷിക്കുന്ന ഗാർഡനെ പോലെയുള്ള പാരന്റ് ആണ് ആവേണ്ടത്. അല്ലാണ്ട് തോക്ക് പിടിച്ച് നടക്കുന്ന ഗാർഡനെ പോലെയുള്ള പാരന്റ് അല്ല ആവേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ആ കുട്ടികൾ ഈ തോക്ക് പേടിച്ചിട്ട് അവരെ ഓരോ വഴിക്ക് പോകും അല്ലെ. തോക്ക് പിടിച്ച പോലീസുകാരനെ കണ്ടാൽ ഈ കുട്ടികൾ ആൾക്കാരുടെ അടുത്ത് പോവോ? ഇല്ല. അവര് ഓടി രക്ഷപ്പെടാനാണ് നോക്കുക. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ പോലീസിന്റെ അടുത്തേക്ക് പോവില്ല എന്നുള്ളതാണ്. സോ നമ്മളെപ്പോഴും തോക്ക് മാറ്റി വെച്ചിട്ട് നല്ല ഗാർഡൻ പരിപാലിക്കുന്ന ഒരു ഗാർഡനറായിട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എക്സ്ക്യൂസ് മീ. അപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ റോൾ മോഡലിങ്ങിനെ കുറിച്ചിട്ടും ഇതേപോലെ തന്നെ ഒരു ഗാർഡിയൻ ആവുന്നതിന്റെ ആവശ്യത്തെ കുറിച്ചിട്ടുമാണ്. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മള് ഇപ്പൊ ഷഹബാസിന്റെ കൊലപാതകം കേട്ടില്ലേ. അപ്പൊ അതിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഈ കച്ചറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് ഉമ്മനോടൊന്നും പറയുന്നില്ല എന്നുള്ളൊരു പത്രത്തിലൊക്കെ അങ്ങനെ കണ്ടു. ലൈക്ക് അവിടെ അത്രയും പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഉമ്മനോട് പറയുന്നില്ല. ഇപ്പൊ പല പാരന്റ്സും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, പിന്നെ കുട്ടികൾ നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല അല്ലെ. വളരെ LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ കുട്ടികളൊക്കെ പോകുമ്പോൾ എന്താ ഇന്നത്തെ വിശേഷം, ഇന്നത്തെ ദിവസം എന്താ ഉണ്ടായ, ടീച്ചർ എന്ത് പറഞ്ഞു, കുട്ടികൾ എന്ത് പറഞ്ഞു, നിങ്ങൾ കളിച്ചോ, അങ്ങനെ നമ്മൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചു നിൽക്കും. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വിശേഷങ്ങൾക്കൊന്നും നോക്കില്ല. അവരിങ്ങനെ പറയാൻ തുടങ്ങിയാൽ മതി 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 നിർത്തിപ്പോ എന്നുള്ള രീതിയിലേക്ക് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സോ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മൾ തന്നെ എവിടെയോ നമ്മൾ കുട്ടികളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നതിൽ നിന്ന് അല്ലെ. അങ്ങനെയും ഉണ്ട്. അതേപോലെ തന്നെ ചില കുട്ടികൾ ഇതേപോലെ
അവർ നമ്മളെപ്പോഴും രക്ഷകരായിട്ടാണ് കാണുക. കാരണം എന്തുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ മാതാപിതാക്കൾ എന്നുള്ള ഫീലിംഗ്, എന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഈ കുട്ടികൾക്കുണ്ടാവും. പക്ഷെ വളർന്നു വരുമ്പോൾ എപ്പോഴെങ്കിലും അവരെന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അവരുടെ നിന്നും മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കി വീട്ടിൽ വന്നിട്ട് ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇത് കേൾക്കുന്ന പാരന്റിന് ഇവൻ ഇതെന്താ ചെയ്തത്, ഇവൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്നുള്ള രീതിയിൽ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, ദേഷ്യപ്പെടാൻ തുടങ്ങും. അവൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ അവനൊരു വലിയ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ തുടങ്ങും. ഇത് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ പാരന്റിന്റെ റെസ്പോൺസ് റിയാക്ഷൻ ഇങ്ങനെ ആവുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർക്ക് ആ പാരന്റിലുള്ള ആ ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പാരന്റ് തന്റെ മാതാപിതാക്കളെ അവൻ എങ്ങനെ കണ്ടു, അതിന്റെ ആ ഒരു ഫെയ്ത്ത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഒരു ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്ത്. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് സംഭവിക്കുമ്പോൾ അവന് പിന്നെ തീരെ വിശ്വാസമില്ലാതാവും. അതായത് എന്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് തന്റെ പാരന്റ്സിനോട് പറയാൻ പറ്റാത്തൊരവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ അവരെന്നെ ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്യില്ല, എന്നെ സപ്പോർട്ട് ചെയ്യില്ല, എന്നെ കുറ്റവാളിയാക്കും, വൈ ഷുഡ് ഐ സേ ടു ദം എന്നുള്ള തോട്ട് പ്രോസസ്സിലേക്ക് അവർ പോകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അവർ പലപ്പോഴും പലരോടും പറയല് പ്ലീസ് ഇത് വീട്ടിൽ പറയരുത് കേട്ടോ എന്നുള്ള മൂഡിലായിരിക്കും. കാരണം അത്രക്കും അവര് നമ്മളിൽ നിന്നും അകന്നു പോയി, നമ്മൾ ഒരു അപ്രോച്ചബിൾ ആയിട്ട് അവർ കാണുന്നില്ല എന്നുള്ളതാണ്. അത് ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. എവിടേക്കോ നമ്മളിൽ നിന്ന്, നമ്മളിതിപ്പോ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, നമ്മളെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകണം എന്ന് വിചാരിച്ചിട്ട് ഒരു പാരന്റും ഒരു കാര്യവും ചെയ്യില്ല. അവരെപ്പോഴും നമ്മളെപ്പോഴും ഉണ്ടാവണം, അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, കൂടെ നിർത്തണം, നല്ല ജീവിതം നയിക്കണം, വലിയ നിലയിലെത്തണം എന്നുള്ളതൊക്കെയാണ് എല്ലാ പാരന്റ്സിന്റെ ആഗ്രഹം. പക്ഷെ പലപ്പോഴും എപ്പോഴൊക്കെയോ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയ പാരന്റിങ്ങിന്റെ പാറ്റേണും നമ്മളിൽ നിന്നും നമുക്ക് നമ്മളെ സ്ട്രെസ്സും സ്ട്രെയിനും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളിൽ നിന്നും വരുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന മെസ്സേജസ് ഇങ്ങനെ ആയി പോകുന്നു. ഇവർക്ക് കിട്ടുന്ന മെസ്സേജസ് ഇങ്ങനെ ആയി പോകുന്നത് കൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്നും അറിയാതെ അകന്നും പോകും. അപ്പൊ ഇങ്ങനെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്തേക്ക് വരാതാവുമ്പോൾ പിന്നെ പിന്നെ എന്ത്, അവർ നമ്മളോട് കാര്യങ്ങളൊന്നും പറയാൻ തുടങ്ങില്ല. പിന്നെ നമ്മൾ കാര്യങ്ങൾ എന്താണ്, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടായിട്ട് പിന്നെ വാട്സപ്പ് ചാറ്റിലൂടെ ആയിരിക്കും ഇങ്ങനെ പറയാം, ഞാൻ അങ്ങനെ ആട്ടോ, ഞാൻ ഇങ്ങനെ ആട്ടോ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോലും അവർ പറയും അമ്മ അവിടെ എടുത്ത് വെച്ചാൽ മതി, ഞാൻ കുറച്ച് കഴിഞ്ഞു. ബിക്കോസ് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ബോണ്ടിങ്, ഒരു ഫാമിലിയിൽ ഒരുമിച്ച് ഇരിക്കാനും സംസാരിക്കാനും. കാരണം എനിക്ക് അവിടെ സ്പേസ് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരികയാണ്, എനിക്ക് അവിടെ സ്പേസ് ഇല്ല എന്നുള്ള ഫീലിംഗ് അവർക്ക് വരികയാണ്. ഇങ്ങനെ വരുമ്പം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഇസ് എ കുഞ്ഞു മനസ്സിൽ ശരി എന്താ തെറ്റ് എന്താന്ന് മനസ്സിലാവാത്ത പ്രായത്തിൽ നമ്മളിൽ നിന്ന് വരുന്ന ചെറിയ വാക്കുകളോ ജസ്റ്റേഴ്സോ റിയാക്ഷൻസോ ഒക്കെ അവരെ വല്ലാണ്ട് ഇങ്ങനെ ഹേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പലപ്പോഴും പല പാരന്റ്സിനും ലവ് എക്സ്പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലവ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്രായം വരെ എക്സ്പ്രസ് ചെയ്യും, 4-5 വയസ്സ് വരെ എക്സ്പ്രസ് ചെയ്യും. പിന്നെ വലുതായി കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ഹഗ് ചെയ്യാൻ, ഇനിയിപ്പോ എന്ത് മുത്തം കൊടുക്കാൻ, സ്കൂളിൽ വണ്ടി വന്നാലും ബസ് കയറി പോവാന്നല്ലാതെ അവിടെ കൊണ്ടുപോയി ഇരുത്തി അല്ലെങ്കിൽ ഒരു മുത്തം കൊടുത്തിട്ട് നന്നായി പഠിക്കാൻ കേട്ടോ എന്നൊക്കെ ബ്ലസ് ചെയ്ത് വിടാനൊന്നും നമുക്ക് തോന്നൂല അല്ലെ. നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ വെച്ചാൽ വി ഡി നോട്ട് ഗെറ്റ് ദാറ്റ് ടൈപ്പ് ഓഫ് പാരന്റിങ്. നമുക്ക് അങ്ങനെയുള്ള പാരന്റിങ് അല്ല കിട്ടിയത്, നമുക്ക് അത്ര ലവും കെയർ നമുക്ക് ആ ഒരു പ്രായം വരെ നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണോ കിട്ടിയത്, നമുക്ക് ഏത് പോയിന്റ് ഓഫ് ഏജ് വരെയാണോ നമുക്ക് സ്നേഹം കിട്ടിയത്, ആ പോയിന്റ് ഓഫ് ഏജ് വരെ നമ്മളെ കുട്ടികൾക്കും നമ്മൾ ആ സ്നേഹം കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മളെ കുട്ടികൾക്കും നമ്മൾ കൊടുക്കൂല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മളെ ഉള്ളിൽ പ്രോഗ്രാംസ് ആയിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് കയറി പോയതാ. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ കയറി പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വൺസ് അവെയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, കോൺഷ്യസ്ലി ഇതൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലവ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മേ ബി ബിക്കോസ് യു ഹാവ് ദി മദർ വോണ്ട് അല്ലെ, നിങ്ങൾക്ക് മദർ വോണ്ട് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സ്നേഹം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളെ പാരന്റ്സ് നിങ്ങളെ നല്ലോണം നോക്കിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള കെയറോ അറ്റൻഷനോ ലവോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആക്ച്വലി നിങ്ങളിൽ ഒരു ലവ് ബ്ലോക്ക് ഉണ്ടാവും, എക്സ്പ്രസ് ചെയ്യാനുള്ള ഇപ്പൊ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ പാരന്റ്സുമായിട്ട് നിങ്ങൾ കച്ചറ ഉണ്ടാക്കി, അപ്പൊ കച്ചറ ഉണ്ടാക്കിയ സമയത്ത് വളരെ ദേഷ്യപ്പെട്ട പാരന്റ് വിചാരിക്കും "ഓ, ദേഷ്യപ്പെടേണ്ടില്ലേനോ, പാവല്ലേ" എന്നുള്ള രീതിയിൽ പാരന്റ് അത് കഴിഞ്ഞു. മകന്റെ അവസ്ഥ എന്താ വെച്ചാല്, നമ്മളെ അവസ്ഥ ഒക്കെ എന്തായിരിക്കും, ഓ ഉമ്മ ദേഷ്യപ്പെട്ടെന്ന് അമ്മക്കൊന്ന് എനിക്കറിയാം എന്റെ ഭാഗത്താണ് തെറ്റെന്നാലും ഉമ്മക്കൊന്ന് സമ്മതിച്ചു തന്നൂടെ, അല്ലെങ്കിൽ ഉമ്മക്കൊന്ന് നല്ലോണം പറഞ്ഞൂടെ, എന്തിനാ ഇങ്ങനെയൊക്കെ ഇതാക്കുന്ന ഓവർ ആക്കുന്നത് എന്നൊക്കെ രീതിയിൽ. അപ്പൊ ഇവിടെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാരന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിങ്ങനെ മനസ്സിൽ വെക്കും, മറ്റേ കുട്ടിയും മനസ്സിൽ വെക്കും. അവിടെ പിന്നെ അത് റീകൺസൈൽ ആവുന്നില്ല. അതായത് അവിടെ
നമ്മളുണ്ടല്ലോ പൊരുത്തപ്പെടുവിക്കുക എന്നൊക്കെ പറയും പോലെ അവിടെ അത് നന്നാവുന്നില്ല. അപ്പം ഈ ഒരു വൂണ്ട് അവരിൽ ഉണ്ടാവും. അപ്പൊ നമ്മളിൽ അങ്ങനത്തെ കുറേ വൂൺസ് വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വൂൺസ് നമ്മൾ എന്ത് ചെയ്യുക, ഹീൽ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്യുക. അത് വേറെ തന്നെയാണ്, ലൈക്ക് അത് റിമൈൻഡർ റീപ്രോഗ്രാമിംഗ്, അത് വേറെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇത് പാരന്റിങ്ങിന്റെ അത് വേറെ തന്നെയും ചെയ്യണം. സോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്, ഇപ്പൊ ലവ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ഫാദറിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ലവും കെയറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ദാറ്റ് ഫാദർ. അപ്പം നമുക്ക് ഇങ്ങനെ കുറെ ലാക്കിങ് ഉണ്ടാവുമ്പോൾ ആ ലാക്കിങ് നമ്മള് ലാക്കിങ്ങിൽ നിന്നായിരിക്കും നമ്മളെ മക്കൾക്ക് കൊടുക്കുക. അപ്പൊ മക്കൾക്കും ആ ലാക്കിങ് ഉണ്ടാവും. അപ്പം ലവ് കിട്ടാത്ത, സ്നേഹം കിട്ടാത്ത കുട്ടികളാണെങ്കിൽ മിക്കവാറും വിവാഹം കല്യാണമൊക്കെ കഴിഞ്ഞാല് പിന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരെ പാർട്ട്ണർ എടുക്കുന്നതാണ്. അപ്പം ജെൻസ് ആണെങ്കിൽ ഒരു മദറിന്റെ ലവ് കിട്ടാനും ഭാര്യയിൽ നിന്നും, ഭാര്യയാണെങ്കിൽ ഒരു ഫാദറിന്റെ ലവ് കിട്ടാൻ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യും. സോ നമ്മൾ പറയുന്നുണ്ടല്ലോ, പാർട്ട്നേഴ്സ് ആർ എന്താണ്, പുതപ്പ് പോലെയാണ്, ഈ പരസ്പരം ഹീൽ ചെയ്യണം. അപ്പം ഇങ്ങനെ ഓൾറെഡി ലാക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിലും അവർക്ക് ലവ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയും കച്ചറ. സി, അപ്പൊ ഇങ്ങനെ ഒരുപാട് മേഖലയിൽ നമ്മൾ ഈ പാറ്റേൺസ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരും എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കാം. അപ്പം ഈ കുട്ടികളെ നന്നാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അൺകണ്ടീഷണൽ. ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോയുടെ താഴത്തൊരു കമന്റ് കണ്ടതാണ്. ആക്ച്വലി നമ്മളെ ആളിട്ട കമന്റ് എങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ പാരന്റിങ് ആണ് മാറ്റേണ്ടത്, ഞാൻ എങ്ങനെ മാറ്റി എന്റെ മക്കളെ മാറ്റിയെടുത്തു വെച്ചാൽ ത്രൂ അൺകണ്ടീഷണൽ ലവ്. ഞാൻ ലവ് കൊടുത്ത്, ഇപ്പൊ പലരും പറയും നമ്മൾ സ്നേഹം കൂടുതൽ കൊടുത്താൽ കുട്ടികൾ വഷളാവും, നമ്മളൊക്കെ തലയിൽ കയറി നിൽക്കും, നമ്മളെ ഭരിക്കാൻ വരും എന്നൊക്കെ പറയും. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ പ്യുവർ ആയിട്ട് അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവരൊരിക്കലും നമ്മളെ തലയിൽ കയറി നിൽക്കില്ല, അവരൊരിക്കലും അധികാരം പറഞ്ഞ് നമ്മളെ അടുത്തേക്ക് വരില്ല, അവർ നമ്മളെ കൂടെയാണ്. ദാറ്റ് ഈസ് എ പവർ ഓഫ് ദ ലവ്. അപ്പൊ നിങ്ങൾക്ക് ലവ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. എനിക്ക് സെക്കൻഡ് ചൈൽഡ് ഉണ്ടായപ്പോൾ, നമ്മള് സെക്കൻഡ് ചൈൽഡ് ഉണ്ടാകുമ്പോൾ മൂത്ത ചൈൽഡ് നമ്മൾ കുറച്ചൊന്ന് വിട്ടുപോകുമല്ലോ, നാച്ചുറലി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയ ഉടനെ വാട്ട് ഐ ഡിഡ് ദിസ് ദാറ്റ്, ഞാൻ കൂടുതൽ പരിഗണന, അറ്റൻഷൻ ഒക്കെ എന്റെ മൂത്ത കുട്ടിക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങി, ലവ് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അപ്പം എന്റെ അടുത്ത് നിന്ന് വിട്ടുപോയി എന്നോട് സംസാരിക്കാതെ ആയിപ്പോയ ആ മോള് പിന്നെ എന്നോട് എന്തായി, നാച്ചുറലി പിന്നെന്താ ഏറ്റവും നല്ല ബോണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഞാനൊന്നും ചെയ്തില്ല, സിംപ്ലി ഐ ഗേവ് ലവ്. കുട്ടികളെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ലവ്. സോ പ്രാക്ടീസ് എക്സ്പ്രസിങ് ലവ്. അതിന് ഒരുപാട് മാജിക് ഉണ്ട് എന്നുള്ളത്. അപ്പം പറഞ്ഞു വന്നത് ഒരു ഗാർഡിയൻ ആവാം, നല്ലൊരു റോൾ മോഡൽ ആവാം, പിന്നെ അതേപോലെ നമുക്ക് ഇതേപോലെ തന്നെ നല്ല ഫ്രണ്ടും ആവാൻ സാധിക്കണം. മക്കളൊന്നും എന്റെ അടുത്ത് പറയുന്നില്ല, അവർക്ക് തോന്നിയ പോലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു വൈബിലേക്ക് എത്താൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് എന്നെ തോന്നുന്നില്ല നമ്മളോട് പറയാൻ, ബിക്കോസ് ദേ ആർ നോട്ട് ഫീലിംഗ് ദ വൈബ് ടു സേ. കാരണം നമുക്ക് ഒരു ഫ്രണ്ട്ലി അല്ല എന്നുള്ള തോന്നലാണ്. ഫ്രണ്ട് ആവുക എന്ന് പറയുമ്പോൾ പറ്റ ഫ്രണ്ട്, അതായത് അതുണ്ടല്ലോ, ഫ്രണ്ട് ആവുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ വൈബ് നമുക്കറിയാലോ. ചിലർ ഭയങ്കര അലമ്പാക്കി, അങ്ങനെ അങ്ങനെ അലമ്പാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടികളോടൊപ്പം ഫ്രണ്ട് ആവുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ അലമ്പാക്കുക എന്നുള്ളതല്ല, ഫ്രണ്ട്ലി ആവുക എന്നുള്ളത്. ഫ്രണ്ട്ലി ആവുമ്പോഴാണ് നമുക്ക് പാരന്റ് ആസ് എ മെന്റർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ ഉയർത്താൻ പറ്റുക. പാരന്റ് ആസ് എ മെന്റർ എന്നുള്ള രീതിയിലും നമുക്ക് ഉയർത്താൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം വെറും ഫ്രണ്ടായി പോയാലും നമുക്ക് ചിലപ്പോൾ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യാനോ നോ പറയാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. നീ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും നമുക്കത് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടല്ലോ. കാരണം നമ്മൾ തിക്ക് ഫ്രണ്ട്സ് ആയി പോയല്ലോ, അപ്പൊ നമ്മളെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വിളിക്കുക. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫ്രണ്ട് ആവുമ്പോൾ ഫ്രണ്ട്ലി ആവണം, എല്ലാത്തിനും നമ്മൾ കൂടെ നിൽക്കണം, ഫ്രണ്ട്ലി ആവണം. ഇതേപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് അവര് നോ എന്ന് പറയാനും അവരെ നേരായ ദിശയിലേക്ക് നമുക്ക് നടത്താനും പറ്റണമെങ്കിൽ നമുക്കൊരു മെന്റർ റോളിൽ നിൽക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അവര് വഴി തെറ്റി പോകുന്നോ എന്ന് നോക്കുന്നതിന് പകരം അവർക്ക് വേണ്ടത് എന്താണോ, അവർ ഏത് വഴിയിലേക്കാണ്, ഏത് ദിശയിലേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് തിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ എ മെന്റർ. ഒരു മെന്റർ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവർക്ക് ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ ഒരു മെന്റർ സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ ഓരോ വഴിക്ക് പോകും, നമ്മൾ നമ്മളെ വഴിക്ക് പോകും.
സോ നമ്മളൊരു ഫ്രണ്ട് ആവുകയും അതേപോലെ തന്നെ ഒരു മെന്റർ എന്ന നിലയിലേക്ക് ഉയർന്നു നിന്നിട്ട് അവരോടൊപ്പം പ്രവർത്തിക്കാനും പറ്റണം. നമുക്ക് പറ്റണം. അപ്പൊ നമ്മളൊരു സ്കൂളിൽ, നല്ലൊരു സ്കൂളിൽ ചേർത്തിയത് കൊണ്ട് മാത്രം കുട്ടികൾ എല്ലാ നിലയിലും വളരണമെന്നില്ല. എല്ലാ നിലയിലും വളരണമെന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മോർ ദാൻ ഇത് എഡ്യൂക്കേഷണൽ സപ്പോർട്ട്, ഇപ്പൊ നമ്മൾ ലൈഫിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട എന്തിന് മക്കളെ പറയണേ, നമ്മൾ പോലും പഠിക്കേണ്ട അവസ്ഥയാണ്. നമ്മളെ മനസ്സിനെ കുറിച്ചിട്ട്, നമ്മളെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ കാരണം നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മളെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ട്രോമാസ് ഒക്കെ എന്താണ് എന്ന് പലപ്പോഴും എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്നൊന്നും നമ്മൾ എവിടെയും നമ്മളെ ഫോർമൽ എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്നില്ല, ആരും പഠിപ്പിച്ചു തരുന്നില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് അതർ വേസ് ടു എഡ്യൂക്കേറ്റ് അസ്. നമ്മൾ വേറെ വഴികളിലൂടെ തന്നെ ഇത് പഠിച്ചെടുത്ത് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കണം എന്നുള്ളത്. അങ്ങനെ റിഫൈൻ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് മാറാൻ പറ്റുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളെ പഴയ സോഫ്റ്റ്വെയർ ഒക്കെ മാറ്റിയിട്ട് പുതിയതിലേക്ക് എന്താക്കാൻ പറ്റും, പുതിയതാക്കിയിട്ട് നമ്മളെ പുതിയൊരു വേർഷൻ ആക്കി നമുക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഒരു മെന്റർ ആവണം, ഒരു ഫ്രണ്ട് ആവണം, ഒരു റോൾ മോഡൽ ആവണം, ഒരു ഗാർഡിയൻ ആണ്. ഇതേപോലെ തന്നെയാണ് നമ്മളൊരു നല്ല കൗൺസിലറും നല്ലൊരു ഹീലറുമാവണം. പലപ്പോഴും പാരന്റ്സ് നല്ല ഉപദേശകരായിരിക്കും അല്ലെ, നല്ല ഉപദേശം നല്ലോണം ഉപദേശിക്കുന്നതായിരിക്കും നമ്മളെ പാരന്റ്. അതിനൊരു കുറവും ഉണ്ടാവില്ല, കാരണം നമ്മളെ മക്കളല്ലേ, വഴിതെറ്റി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ നല്ലോണം ഉപദേശിക്കും. പക്ഷെ ഈ ഉപദേശം കേട്ട് 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 അവർ മടുക്കും. നമ്മൾ തുടങ്ങുമ്പോഴത്തേനും പറയും വേണ്ട, മതി 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 മതി, ഇത് എത്രയോ ഞാൻ കേട്ടതാ, പ്ലീസ് നിർത്തിക്കാളിന്ന്. അവര് നമ്മളോട് ഇങ്ങോട്ട് പറയാൻ, കാരണം അത്രക്കും നമ്മൾ അവരെ ഉപദേശിച്ച് പരുവത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനം എടുത്ത് അവരതിൽ ഉറച്ചു നിന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവരനങ്ങില്ല. പലപ്പോഴും നമ്മള് അവരോട് പറയും, നീ അതൊന്നും ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ പോയാൽ മതി, ഇതാണ് ഇവിടുത്തെ റൂള്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ മേലിൽ നമ്മളിങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. പക്ഷെ അത് നടക്കൂല. അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ കാര്യം സാധിച്ചില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് പിന്നെ നമ്മൾ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. പിന്നെ പല രീതിയിൽ, പ്രത്യേകിച്ചും ലേഡീസ് പല രീതിയിൽ മക്കളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഒരു അബദ്ധം. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ മേലെ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യെങ്കിലും ഇറ്റ് ഈസ് ഓൺലി ത്രൂ വിസ്റ്റം. ഇമോഷണലി നിങ്ങൾ അവരെ സമീപിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല. വിവേകപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഓ ഓ എന്റെ ഉമ്മക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധി വന്നല്ലോ, ഇപ്പോഴെന്തെങ്കിലും നേരായി ചിന്തിച്ചല്ലോ എന്ന് അവർക്ക് പോകും. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് ഇമോഷണൽ ഡ്രാമയൊക്കെ ആയിട്ട് പോയാല്, ഓ ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ, ഇതിപ്പോഴും ഇനിയും തുടരും, ഇനിയും 5 കൊല്ലം കഴിഞ്ഞ് ഇനിയും വരും എന്നുള്ളത് ഒരു കറക്റ്റ് അറിയാം. കാരണം മക്കളാണ് നമ്മളെക്കാട്ടിലും ബുദ്ധിയുണ്ട്, നമ്മളെക്കാട്ടിലും ഇന്റലിജന്റ് ആണ്. ഓരോ കാര്യം നമ്മളെക്കാട്ടിലും പ്രൊഡിക്ട് ചെയ്തിട്ട് അവർക്ക്. സോ നമ്മളിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യാ, നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കാരണവന്മാര് അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ പറഞ്ഞിട്ട് എന്തായാലും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരെ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരെ നമ്മൾ ഉപദേശകരാക്കാൻ. അതും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇതും വർക്ക് ചെയ്യാതെ വലിയ കേസുകളൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു. അപ്പൊ ഇതൊന്നും ഓർക്ക് ഏശാൻ പോകുന്നില്ല, കാരണം അവർക്കറിയാം വാട്ട് ഈസ് ഹാപ്പനിങ്. ഈ ഡ്രാമകളൊക്കെ അവർക്കറിയാം. സോ നമ്മളിങ്ങനെ വെറുതെ ഇമോഷണലി ഇങ്ങനെ അവരെ പിന്നാലെ നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് കാര്യം എന്താണ്, നേരെ വാ നേരെ പോകുന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പാരന്റ് ആസ് എ ഹീലർ എന്നുള്ളത്. നമ്മൾ ഒരു ഹീലർ ആവണമെങ്കിൽ, ഒരു കോച്ച് ആവണമെങ്കിൽ, അവരുടെ ഒരു കോച്ച് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മളുള്ള അത്രയും സ്നേഹമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും നല്ല ഹീലേഴ്സാണ്. പ്രത്യേകിച്ചും ഈ അമ്മ മനസ്സുള്ള മദർലി ഫിഗേഴ്സ് ഒക്കെ ഭയങ്കര ഹീലേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്ര വലുതായാലും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അമ്മന്റെ അടുത്തേക്ക് ഓടിയെത്താൻ, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്തേക്ക്, നമ്മളെ പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടിയെത്താൻ നമുക്കൊരു വെമ്പൽ ഉണ്ടാവും അല്ലെ. അവരുടെ അടുത്തൊന്ന് പോയി ജസ്റ്റ് നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി, അവരോടൊന്ന് സംസാരിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവരെ ഒരു പ്രസൻസ് മതിയാവും നമുക്ക് സമാധാനം കിട്ടാൻ. ദാറ്റ് മീൻസ് ദേ ഹാവ് ദ ഹീലിംഗ് പവർ. അവർക്കൊരു ഹീലിംഗ് പവർ ഉണ്ട്. അപ്പം ആ ഒരു പവർ നമ്മളെ കുട്ടികൾക്ക് നമ്മളാണ് ആ പവർ, ആ ഹീലിംഗ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ചെറിയ കുട്ടികളായിട്ട് നിൽക്കുമ്പോൾ അവർ കരയുമ്പോൾ അമ്മ വന്നാലേ ഞാൻ കരച്ചിൽ നിർത്തും എന്നുള്ള അവസ്ഥയിലൊക്കെ വരുമ്പോൾ ആക്ച്വലി ആ അമ്മന്റെ ടച്ച്, നോട്ടം, കാഴ്ച എല്ലാം ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഹീലിംഗ് ആണ്. അമ്മനെ കാണുമ്പോൾ കരച്ചിൽ നിർത്തും, അമ്മ എടുക്കുമ്പോൾ കരച്ചിൽ നിർത്തും, അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് തലോടിയാൽ തന്നെ കുട്ടി ഉറങ്ങും എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ദാറ്റ് ഈസ് എ ഹീലിംഗ്. ഈ ഹീലിംഗ് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കിട്ടുന്നത്, കുട്ടികൾ വലുതായാൽ പോലും നമ്മളിൽ ആ ഒരു ഹീലിംഗ് പവർ ഉണ്ട്. ജസ്റ്റ് യൂട്ടിലൈസ് ദാറ്റ് ഹീലിംഗ് പവർ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ്പ്രസ് ത്രൂ ലവ്, ബൈ ടച്ച് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
അപ്പം ഒരു എന്താ പറയാ, ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, ഓൾവേസ് എക്സ്പ്രസ് യുവർ ലവ് ടു യുവർ കിഡ്സ്. അതൊരു ഭയങ്കര ഹീലിംഗ് ആണ് ആക്ച്വലി. ആ ആ ലവ് എക്സ്പ്രസ് ചെയ്യും. ആ ലവ് കിട്ടുമ്പോൾ തന്നെ അവരിൽ ഒരുപാട് നിങ്ങളിലേക്ക് അടുക്കുമെന്നുള്ളത്. അപ്പം നമ്മളൊരു ഹീലറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളൊരു ഹീലറായിട്ട് അവർക്ക് തോന്നാത്തത് കൊണ്ടാണ് അവർ നമ്മളെടുത്ത് വരാത്തത്. പകരം പല സൊല്യൂഷൻസ് പരിഹാരങ്ങളൊക്കെ അന്വേഷിച്ച് വേറെ പലയിടത്തും പോകുന്നത്. എന്ത് വന്നാലും പാരന്റ്സിന്റെ അടുത്തേക്ക് വരില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാൻ അവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ വേറെ കസിൻസിനെ വിളിക്കാൻ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവരുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ട്, ഇത് ഉമ്മന്റെ അടുത്ത് പറഞ്ഞാൽ നടക്കും, പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞാൽ നടക്കില്ല. ബിക്കോസ് ആ ഒരു ഹീലിംഗ് അവർക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ അടുത്ത്. സോ ആ ഒരു ഹീലിംഗ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു, എന്താണ്, നിങ്ങളെ ആ ബ്ലോക്ക് ഉണ്ടല്ലോ, ലവ് ബ്ലോക്ക്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ മാറ്റണം. അപ്പൊ മാത്രമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെ കുറേ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞ് പൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രകടിപ്പിക്കാത്ത സ്നേഹം വേസ്റ്റ് ആണ്, വായിക്കാത്ത ബുക്ക് വേസ്റ്റ് ആണെന്നൊക്കെ പറയും പോലെ, ഉപയോഗിക്കാത്ത പണം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല എന്നൊക്കെ പറയും പോലെ, ഇത് എടുത്തു വെച്ചിട്ട് കാര്യമല്ല. എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ വാരി വിതറുക. ലവ് എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ വാരി വിതറുക. അപ്പൊ എന്താവും, നിങ്ങളെ ഫാമിലി നല്ല ബോണ്ടിങ്ങിൽ വരുന്നത് കാണാൻ പറ്റും. ഇതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ കുട്ടികളെ എപ്പോഴും നന്നായിട്ട് റെസ്പെക്ട് ചെയ്യണം. നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാം. എങ്ങനെ റെസ്പെക്ട് ചെയ്യാം? നമ്മൾ സാധാരണ പറയും മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന നിങ്ങൾ ചെറിയ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യും. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു വീട്ടിൽ പോയി ആ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അവിടെയുള്ള ആരും പരിഗണിക്കുന്നില്ല. ഒരാള് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വീട്ടിലുള്ള ആൾക്കാരൊക്കെ അതിൽ വെല്ലുവിളി നടക്കുന്ന, ആരും വന്ന് ചോദിക്കുന്ന വല്ലാത്ത പരിഗണന തരാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? ആ വീട്ടിൽ ഇരിക്കാൻ തോന്നുക, യു ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഹൗസിലെ. കാരണം നിങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല, നിങ്ങൾക്ക് ബഹുമാനം കിട്ടുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഈ കുട്ടികൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യം എന്ന് പറയുമ്പം നിങ്ങൾ അവരെ നല്ല രീതിയിൽ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ദേ ഫീൽ ഹ്യൂമിലിയേറ്റഡ്. അവർക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല, എനിക്ക് ഇവിടെ സ്പേസ് ഇല്ല എന്നൊരു ഫീൽ ആണ്. അപ്പൊ അവർ എൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ഫോൺ നോക്കി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ ഈ വീട്ടിലേക്ക് പ്രാധാന്യമുള്ള ആളല്ല, ഇവിടെ എനിക്ക് സ്പേസ് ഇല്ല, ഐ എം നോട്ട് കൗണ്ടഡ് ഇൻ ദിസ് ഹൗസ് എന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് വന്നാല് പിന്നെ അവര് നമ്മളെ അടുത്തേക്ക് വരില്ല. പിന്നെ അതാരാണോ അവർക്ക് കൊടുക്കുന്നത്, ആരാണോ അവരെ കേൾക്കുന്നത്, അതാരും ആയിക്കോട്ടെ, മിക്കവാറും ഫ്രണ്ട്സ് ആയിരിക്കും. മിക്കവാറും ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് അവർ പോകും. കാരണം അവിടെ ദേ ഫീൽ കംഫർട്ട്, ദേ ഫീൽ ഹിയേർഡ് അല്ലെ. അവിടെ കേൾക്കുന്നുണ്ട്, അവർക്ക് അവിടെ നർച്ചറൻസ് കിട്ടുന്നുണ്ട്, അവർക്ക് അവിടുന്ന് കാര്യങ്ങൾ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? ആ കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടാണോ കിട്ടുന്നത് അവിടേക്ക് അവർ ഓടിപ്പോകുന്നത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എവിടെ പറയണം? പാരന്റ്സിനെ പറയാം. എവിടെയാ മാറ്റേണ്ടത്? പാരന്റ്സിനെയാണ് മാറ്റേണ്ടത്. സോ പാരന്റ്സ് ആണ് എല്ലാ കാര്യത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. പാരന്റ്സ് ആണ് എല്ലാ കാര്യത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. സോ നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ നിങ്ങൾ മാറ്റുക. അപ്ഡേറ്റ് യുവർ പാരന്റിങ് സ്റ്റൈൽ ടു ദ 21st സെഞ്ചുറി. 2K കിഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ മാറ്റുക. ഇവരെ കൂടെ കൂടിയ നല്ല രസമാണ്. നമ്മൾ താനേ അപ്ഡേറ്റഡ് ആയിക്കോളും. നമ്മൾ കൂടുതൽ യങ് ആയിട്ട് മാറും. സോ അതൊരിക്കലും നിങ്ങൾക്ക് ഒരു കുറവായിട്ട് മാറില്ല. നിങ്ങൾ കൂടുതൽ കൂടുതൽ വളരുക മാത്രമേ ചെയ്യൂ. സോ അവരുടെ കൂടെ ഒന്ന് കൂടി നോക്കൂ നിങ്ങൾ. നമ്മൾ പലപ്പോഴും സ്മാർട്ട് ഫോണില് പല കാര്യങ്ങളും എനിക്കൊക്കെ പല ഫീച്ചേഴ്സും കാണിച്ചു തരില്ല അവരാണ്. കാരണം ഞാൻ വല്ലാതെ ഇതിമേൽ കളിക്കില്ല. അപ്പൊ പ്ലേ വിത്ത്. അപ്പൊ അവർക്ക് പല കാര്യങ്ങളും പുതിയ ട്രെൻഡ് പോലും ചിലപ്പോൾ അവരായിരിക്കും എന്ന് പറഞ്ഞു തരുന്നത്. സോ അവരെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടെ കളിച്ച് അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മളൊരു മൂലക്കായി പോകും. നമ്മളെ കുട്ടികള് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ നമുക്കൊന്നും അതിലൊന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് എന്താണ്, ഇരുന്ന് കരയേണ്ട ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് പോവുക. സോ അപ്ഡേറ്റ് യുവർ പാരന്റിങ് ആൻഡ് ഐ ഇൻവൈറ്റ് എവ്രി വൺ. ഈ കാണുന്ന വീഡിയോ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ പാരന്റിങ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ട്. 5 വീക്സ് ആണ്, അതായത് 5 ക്ലാസ്സസ്, വീക്ക്ലി വൺസ് ആണ് ക്ലാസ് ഉണ്ടാവുക. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ചെറിയ പേയ്മെന്റിലാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു പേയ്മെന്റിലാണ് ഈ പാരന്റിങ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നത്. നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ഡു കണക്ട്.
എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടബോധം തോന്നില്ല. അത്രക്കും ഈ നല്ല അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രീ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. 45 മിനിറ്റ്സിന്റെ ഫ്രീ കൺസൾട്ടേഷൻ ആണ്. അതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇതേപോലെ ഒരു 5 days മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇതേപോലെ ഈ പാരന്റിങ് അല്ലാതെ എൻ്റെ സെൽഫ് എന്നെ മൊത്തത്തിലൊന്ന് മാറ്റി എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഏപ്രിലിൽ ഞാനൊരു വർക്ക്ഷോപ്പ് 21st ഇട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഡു കണക്ട് മീ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ നിർത്തുകയാണ്. അപ്ഡേറ്റ് യുവർ പാരന്റിങ് സ്റ്റൈൽ. നമ്മളെ പാരന്റിങ് സ്റ്റൈൽ ആണ് എല്ലാത്തിനും കാരണം. എക്സ്പ്രസ് യുവർ ലവ് ടു യുവർ കിഡ്സ്. കാരണം അതിലൊരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടാനുണ്ട്. പിന്നെ നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതികളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ടേക്ക് എ ഡിസിഷൻ ദാറ്റ് എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു പാരന്റിനെ അനുഭവിപ്പിക്കും എന്നുള്ള ആ ഒരു ഡിസിഷൻ നിങ്ങളായിട്ട് എടുക്കുക. ആൻഡ് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളെന്ന ഒരു പുതിയ അനുഭവം കിട്ടും. പുതിയ പുതിയ എക്സ്പീരിയൻസ് അവർക്ക് ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടും. സോ ഫോക്കസ് ഓൺ ദാറ്റ്. എല്ലാവരും നല്ലൊരു പാരന്റ് ആയിട്ട് മാറട്ടെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് മാറട്ടെ നിങ്ങളെല്ലാവരും. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.